നമസ്കാരം. റാന്നി പെരുന്നാട്ടിൽ 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 13 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ.വി. മനോജ് കുമാർ അറിയിച്ചു. പെരുന്നാട്ടിൽ 16-കാരിയെ പീഡിപ്പിച്ച കേസിന്റെ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൺകുട്ടിയെ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ മേൽനോട്ടത്തിൽ പുനരധിവസിപ്പിച്ചു. 19 പേരടങ്ങുന്ന പ്രതിപട്ടികയിൽ മറ്റു പ്രതികളെ പിടികൂടുന്നതിനും ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പരിചയം വഴി സൗഹൃദം നടിച്ചാണ് പ്രതികൾ പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. വ്യാജ പ്രൊഫൈലുകളാണ് പ്രതികൾ ഇതിനായി ഉപയോഗിച്ചത്. സംസ്ഥാനത്ത് പോക്സോ കേസുകളെക്കുറിച്ചും കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കമ്മീഷന്റെ മേൽനോട്ടത്തിൽ നടന്നുവരുന്നു. അധ്യാപകർ, മാധ്യമപ്രവർത്തകർ, അങ്കണവാടികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവർക്ക് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും ICDSന്റെ നേതൃത്വത്തിൽ ശിശു സംരക്ഷണ മാപ്പിംഗിനും ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മീഷൻ അംഗം N. സുനന്ദ, റാന്നി ഡിവൈഎസ്പി R. ബിനു, പെരുന്നാട് ഇൻസ്പെക്ടർ V. ബിനു, അന്വേഷണ ഉദ്യോഗസ്ഥർ, വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. പെരുന്നാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതുവരെയായി, പോലീസിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് അതോറിറ്റീസിൻ്റെയും ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതുവരെയായി എന്നുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഞാനും അതുപോലെ തന്നെ കമ്മീഷൻ മെമ്പറായിട്ടുള്ള ശ്രീമതി സുനന്ദയും ഇവിടെ വന്നിട്ടുള്ളത്. കേസിൽ 19 പ്രതികളാണുള്ളത്. അതിൽ 13 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ചാർജ് ഫ്രെയിം ചെയ്യാൻ ആവശ്യമായ, ചാർജ് സബ്മിറ്റ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. അറസ്റ്റും വളരെ വേഗത്തിൽ തന്നെ ചെയ്യും എന്ന് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. പോക്സോ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെയും മോണിറ്ററിംഗ് അതോറിറ്റി എന്നുള്ള നിലയിലാണ് കമ്മീഷൻ ഈ വിഷയങ്ങൾ അന്വേഷിക്കുന്നത്. കുട്ടിയെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറിൽ നിന്നും അന്വേഷിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറയാൻ സാധ്യമല്ല. പത്തനംതിട്ട ജില്ലയുടെ ചാർജും കൂടെയുള്ള മെമ്പർ ആയതുകൊണ്ടാണ് കമ്മീഷന് കൂടെ വന്നത്, സാറിൻ്റെ ചെയർപേഴ്സണുമായിട്ട് ഈ സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് കൂടുതലായിട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് വിശദമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് കാര്യം. കുട്ടി ഈ ഒരു മൈനറായിട്ടുള്ളൊരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്പെഷ്യൽ കേസ്, സാധാരണ പോക്സോയിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കേസായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് കമ്മീഷൻ കൂടുതൽ കീനായിട്ട് ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ഈ വിഷയത്തിലേക്ക് വന്നത് തന്നെ പരിശോധിക്കുന്നത്.